ഗൈസ് വെള്ളക്കടല കഴുകിയെടുക്കാം. അപ്പോൾ ഇന്ന് രാത്രി ഇട്ട് വെച്ചാൽ നാളെ രാവിലെ ആകുമ്പോഴേക്കും കുതിർന്ന് കിട്ടും വെള്ളക്കടല. ഓക്കെ ഗൈസ്, ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ച കടല വീർത്ത് വന്നിട്ടുണ്ട് ഗൈസ്. കുഞ്ഞിക്കടലായിരുന്നു സംഭവം, വെള്ളമൊക്കെ കുടിച്ച് വീർത്ത്. ഇനിയിപ്പോൾ നമുക്ക് കുക്കറിൽ വേവിക്കാൻ നേരത്ത് പെട്ടെന്ന് വെന്തോളും. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, നമുക്ക് മൂടാം. ഒരു 8 വിസിലടിക്കാം. അടപ്പ് എത്തിച്ചിട്ടുണ്ട്, അടപ്പത്ത് കുക്കർ കയറ്റിയിട്ടുണ്ട്. ഒരു 8 വിസിലടിക്കട്ടെ. കടല കറി വെക്കാനായിട്ട് നമുക്കതിൽ ഇത്തിരി കൊഴുപ്പ് കിട്ടാനായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. എല്ലാം വെണ്ണ പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. വെക്കാനായിട്ട് 7 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, 1 അറ്റ തക്കാളി, 1 സവാള പകുതി. ചൂടായിട്ടുണ്ട് കേസ്. നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ കേസ് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുക്കാം. നല്ലോണം മൂക്കട്ടെ. നമുക്കൊരു ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിനെ വാട്ടിയെടുക്കാം. പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് മൂടി വെച്ച് മസാല, മല്ലിപ്പൊടി 1 സ്പൂണ്, ഗരം മസാല ചെറിയ സ്പൂണ്, കുരുമുളക് പൊടി ചെറിയ സ്പൂണ്. സവാളയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇളക്കി നല്ലോണം മസാലപ്പൊടി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിലും ഗൈസ് മസാല മൂത്ത് റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചേക്കണ കടല ഇട്ട് കൊടുക്കാം ഗൈസ്. മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഗ്രേവിക്ക് വേണ്ടി നേരത്തെ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചേക്കണ കടല ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഗ്രേവി ഇട്ടിട്ടുണ്ട്. നമുക്കിത് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. കടലയും കൂടെ അടിച്ചങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും നല്ല കുറുക്ക് പരുവത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രേവിക്കുള്ളതായിട്ടുണ്ട്. നമുക്ക് അടുത്തത് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. കറിക്ക് നല്ലൊരു ജുക വരട്ടെ. കടലക്കറി ഹിന്ദിയിൽ ഇവനെ ചണ എന്ന് പറയും, ചണക്കറി. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചേക്കണ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിപൊളി വേറെ ലെവലിൽ ഇവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. കടലക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് 2 വേപ്പിലയും കൂടെ വെച്ചിട്ട് കടലക്കറി അവസാനിപ്പിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി മേജിക്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്.